ഹായ്, ഇന്നിതാ ഇതേപോലെയുള്ള വിറക് കൊള്ളികൾ, അതായത് വേസ്റ്റ് മരത്തിന്റെ കമ്പുകളാണ്. അപ്പൊ ആ കമ്പുകൾ ഉപയോഗിച്ച് വളരെ ഉപകാരപ്രദമായ ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മരക്കമ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 90 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ 4 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 45 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ 5 പീസും എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ ഇതിന്റെ തൊലി നമ്മൾ കളയുന്നില്ല. അതിന്റെ മുകളിലുള്ള ഈ പൊടി, ആ തൊലിന്റെ മുകളിലുള്ള പൊടിയാണ് നമ്മൾ കളയുന്നത്. ആ തൊലി മരത്തോട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന തൊലിയാണ്, അടർന്നു പോരുന്ന തൊലിയല്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ തൊലി കളയേണ്ടതില്ല. അപ്പോൾ നമ്മുടെ മരത്തിന്റെ കമ്പുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്തുള്ള ആ പൊടിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തൊലി നമ്മൾ കളഞ്ഞിട്ടില്ല, അത് മരത്തോട് ചേർന്ന് നിൽക്കുന്ന തൊലി തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് 45 സെന്റിമീറ്റർ നീളമുള്ള പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിന്റെ 2 ഭാഗത്ത് നമുക്ക് ഹോള് കൊടുക്കണം. അപ്പോൾ അത് അടിഭാഗത്ത് നിന്നും സൈഡ് ഭാഗത്ത് നിന്നും ഒരു 3 ഇഞ്ച് ഉള്ളോട്ട് മാറി നമ്മൾ ഹോള് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഹോൾ തയ്യാറാക്കി. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഹോൾ തയ്യാറാക്കി. അപ്പോൾ അത് 2 ഭാഗത്ത് നമ്മൾ ഹോൾ തയ്യാറാക്കി. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ചെറിയ പീസിനും നമുക്ക് ഹോൾ തയ്യാറാക്കണം. അതേപോലെ തന്നെ ഇതേ അളവിൽ തന്നെ നമുക്ക് വലിയ പീസിലും ഇതേപോലെ നമുക്ക് ഹോൾ തയ്യാറാക്കണം. അപ്പോൾ അത് നമ്മുടെ മരക്കമ്പുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെറുത്. പിന്നെ നമ്മൾ ഹോള് തയ്യാറാക്കി എടുത്തു. അപ്പോൾ അത് ഇതേപോലെ തന്നെ നമ്മൾ ഹോളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള 2 കമ്പിയുടെ പീസുകളാണ്. അപ്പോൾ 2 കമ്പിയുടെ പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ നീളത്തിൽ നമ്മൾ 2 കമ്പികൾ എടുത്തിട്ടുണ്ട് ഇതേപോലെ. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഈ കമ്പിയുടെ ഉള്ളിലൂടെ നമുക്ക് ഇതിനുള്ളിലൂടെ നമുക്ക് കയറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം അടിഭാഗത്തുള്ള അതേപോലെ നമുക്ക് നടുഭാഗത്തേക്കായിട്ട് നമ്മൾ കയറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം വലിയ പീസുകളാണ് നമ്മൾ കയറ്റിയെടുക്കുന്നത്. അപ്പോൾ വലിയ 4 പീസുകൾ നമ്മൾ കമ്പിക്കുള്ളിൽ കയറ്റിയെടുത്തതാണ്. അതേപോലെ കയറ്റിയെടുത്തു. ഇനി നമ്മൾ രണ്ടാമത്തെ കമ്പി ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ നമ്മൾ കയറ്റിയെടുക്കും. അപ്പോൾ വലിയ പീസുകൾ കമ്പിയുടെ നടുഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പം നടുഭാഗത്ത് ഇനി ഇതിൻ്റെ ഗ്യാപ്പൊന്ന് നമുക്ക് തുല്യപ്പെടുത്തി എടുക്കണം. അപ്പം 4 പീസും തമ്മിലുള്ള ഗ്യാപ്പുകളൊക്കെ ഒന്ന് തുല്യപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെറിയ പീസുകൾ 2 സൈഡിലായിട്ട് കോർത്തെടുക്കും. അപ്പോൾ അത് വലിയ പീസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് 2 ഭാഗത്തും ചെറിയ പീസുകൾ നമുക്ക് കോർത്തെടുക്കണം. അപ്പോൾ ചെറിയ പീസുകൾ നമ്മൾ നേരത്തെ 5 പീസായിരുന്നു എടുത്തത്. ഇപ്പോൾ നമ്മൾ 1 പീസ് കൂടി കൂട്ടി നമ്മൾ അത് 6 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഭാഗത്തും 3 പീസായിട്ട് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കണം. അതേപോലെ നമ്മൾ നമ്മുടെ കമ്പുകളൊക്കെ കമ്പിയിൽ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. 2 കമ്പിയിലായിട്ട് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കണം.
ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ രണ്ട് ഭാഗത്ത് നിന്നും ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് ചെയ്തെടുത്ത് ആ രണ്ട് പീസുകൾ, അതായത് ചെറിയ അറ്റത്ത് വരുന്ന രണ്ട് പീസുകൾ നമുക്ക് കൂട്ടി യോജിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അതേപോലെ നമുക്കത് റൗണ്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്, അതായത് രണ്ട് അറ്റത്തും വരുന്ന കമ്പികൾ, അതായത് കമ്പുകൾ, നമുക്ക് ആ കമ്പികൾ നന്നായിട്ട് അതിൽ ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ ആണി കൊടുത്തിട്ട്, ആ ഗ്യാപ്പിൽ ആണി കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പീസിനും, അതായത് രണ്ട് ഭാഗത്തും വരുന്ന രണ്ട് പീസും നമ്മൾ അതേപോലെ തന്നെ കമ്പി നല്ല ടൈറ്റായിട്ട് നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ആണി കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ഭാഗത്ത് വരുന്ന കമ്പുകൾ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് താൽക്കാലികമായിട്ട്, അതായത് കെട്ടുകമ്പി ഉപയോഗിച്ച് നമ്മളൊന്ന് ചേർത്ത് കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ താൽക്കാലികമായിട്ട് ചേർത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതേപോലെ നല്ലൊരു പ്രതലത്തിൽ, അടിഭാഗം കറക്റ്റ് വരുന്ന ഒരു പ്രതലത്തിൽ നമ്മളത് വെച്ചതിന് ശേഷം, നമ്മളിത് ചൂടിക്കയർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് രണ്ട് പീസുകൾ ചേരുന്ന ഭാഗം, നമ്മൾ ആ നടുഭാഗം നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ചൂടിക്കയറാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ നടുഭാഗത്ത് കുറച്ച് ഭാഗത്തായിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. നെടുഭാഗത്ത് ചൂടിക്കാർ ചുറ്റിയ ശേഷം അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ താൽക്കാലികമായി നമ്മൾ കെട്ടിയ കെട്ടുകമ്പി നമ്മൾ അയച്ച് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിൽ വരുന്ന കമ്പികളിൽ, അതായത് അടിഭാഗത്തും മുകൾ ഭാഗത്തും വരുന്ന കമ്പികളിൽ നമുക്ക് ഇതേപോലെ ചൂടിക്കാർ ചുറ്റിയെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ഇതേപോലെ ചൂടിക്കാർ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് ഭാഗത്തും വരുന്ന കമ്പിയിലൊക്കെ നമ്മൾ ചൂടിക്കാറ് ചുറ്റിയെടുത്ത്, ഇനി ഇതാ നമ്മൾ ഇതേപോലെ കുറച്ച് കമ്പുകൾ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വേണ്ടിയാണ്. ഇവിടെ ഈ മുകൾ ഭാഗത്ത് വെക്കുന്ന കമ്പുകൾ നമ്മൾ ചൂടിക്കാർ ഉപയോഗിച്ചിട്ടാണ് അതിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അടിഭാഗത്ത് വരുന്ന കമ്പിയിലേക്ക് നമ്മൾ ഇതേപോലെ ചൂടിക്കയർ ചുറ്റി വരിഞ്ഞ് നമ്മളത് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ അതിൻ്റെ ചൂടിക്കയർ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് വരുന്ന എല്ലാ കമ്പുകളും നമ്മൾ ഇതേപോലെ വരിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പിറക് ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട്, ആ ചാര് വരുന്ന ഭാഗത്തായിട്ട് പിറക് ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു കമ്പ്, അതായത് ഒരു ഓടയുടെ പീസാണ്, അത് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിന് നമുക്ക് ചൂടിക്കയർ വരിഞ്ഞ് ചുറ്റിയെടുക്കണം. അപ്പം മുകൾ ഭാഗത്ത് പിറകു ഭാഗത്ത് കൊടുത്ത കമ്പിൽ നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുത്തു. ഇത് നമ്മളിതിൻ്റെ ചാര് വരുന്ന ഭാഗത്ത് നടുഭാഗത്തായിട്ട് രണ്ട് പീസുകൾ തമ്മിൽ നമ്മൾ ഇതേപോലെ ചൂടിക്കയർ വരിഞ്ഞെടുക്കുന്നുണ്ട്.
അതിനുശേഷം അതൊന്ന് കുത്തനെ, അതായത് നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ നമ്മളൊന്ന് മെടഞ്ഞുകൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാരിൻ്റെ നടുഭാഗം നമ്മൾ ഇതേപോലെ മെടഞ്ഞെടുത്തിട്ടുണ്ട് ചൂടിക്കയർ ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ ചൂടിക്കയർ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഇതേപോലെ ഫ്ലക്സ് കിക്ക് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെറൈറ്റി ചെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? അപ്പോൾ നമ്മുടെ വിറക് കൊള്ളികൾ അഥവാ വേസ്റ്റ് മരക്കമ്പുകൾ വെച്ച് നമ്മൾ ചെയ്തെടുത്ത വെറൈറ്റി ചെയർ അപ്പോൾ അടിപൊളിയല്ലേ? അപ്പോൾ ചൂടിയും ഇതേപോലെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി നല്ല ബലത്തോട് കൂടിയുള്ള അടിപൊളി ചെയറാണ്. അപ്പോൾ നമുക്ക് ആർക്കും എത്ര വെയിറ്റ് ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഇതിൽ ഇരിക്കാൻ കഴിയും അടിപൊളിയായിട്ട്. ഇതേപോലെ നമുക്ക് ഇരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഗാർഡനിലേക്കും അതേപോലെ തന്നെ നമുക്ക് വെറൈറ്റി ചെയറായിട്ട് നമുക്ക് വീട്ടിലേക്കും നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതിന് വേറെ ചിലവുകൾ കാര്യങ്ങളൊന്നുമില്ല. ഒരു 2 കഷ്ണം കമ്പിയും പിന്നെ നമ്മുടെ വേസ്റ്റ് മരക്കമ്പ് മാത്രമാണ് നമുക്ക് ഇതിന് ചിലവ് വന്നത്. പിന്നെ നമ്മൾ കുറച്ച് ചൂടിയാണ് വാങ്ങിയത്, ഒരു 4-5 കൈ ചൂടി. ഒരു 50-60 രൂപ മാത്രമേ നമുക്ക് ഇതിന് ചിലവ് വരുന്നുള്ളൂ. അടിപൊളിയായിട്ടുള്ള ഒരു ചെയർ നമുക്ക് ഇതേപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും. ഇത് ഇതേപോലെ വേസ്റ്റ് മരക്കമ്പുകളല്ലാതെ ഇതേ രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് വീടിനുള്ളിലേക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെയറുകൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് നമ്മുടെ പട്ടിക ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് പോളിഷൊക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഇതേപോലെയുള്ള ചെയറുകൾ നമുക്ക് സ്വന്തം ആശാരികളോ അല്ലെങ്കിൽ മരപ്പണിക്കാരോ ഒന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി ചെയറും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000.